കാണിക്കുന്നത് രാജകൊട്ടാരത്തിന്റെ പുറത്താണ്. അവിടെ നമ്മുടെ ഹീറോയും റയാനും അവന്റെ സേവകനും ഉണ്ടായിരുന്നു. സേവകൻ പോവാമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട റയാൻ, നീ സമാധാനായിട്ടിരിക്കെ, ഞാൻ നിന്നെ വന്ന് കണ്ടോളാം എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന നമ്മുടെ ഹീറോ വളരെ സന്തോഷത്തോടെ ശരിയെന്ന് പറയുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അവിടുത്തെ മഹാറാണിയുടെ തോഴി വന്നിട്ട് അങ്ങ് വന്നോന്ന് വളരെ താഴ്മയോടെ നമ്മുടെ റയാനെ നോക്കി ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട റയാനും അവന്റെ സേവകനും ആ തോഴിക്കൊരു മുന്നറിയിപ്പ് പോലെ അവളെ നോക്കി ചുമക്കുന്നു. അത് കണ്ട തോഴി, നിങ്ങൾ നേരത്തെ വന്നോന്ന് പറഞ്ഞ് വിഷയം മാറ്റുന്നു. അപ്പോൾ തന്നെ റയാന്റെ സേവകൻ ഇവർ ഇവിടുത്തെ വലിയ ആളാണെന്ന് ആ തോഴിയെ ചൂണ്ടി നമ്മുടെ ഹീറോയോട് പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ ഹീറോ നിങ്ങളെ കണ്ടതിൽ ഒരുപാട് സന്തോഷമെന്ന് പറഞ്ഞ് അവരെ നോക്കി വണങ്ങുന്നു. അപ്പൊ തന്നെ സേവകൻ തോഴിയോട്, ഇവൾ മഹാറാണിക്ക് സഹായത്തിനായി വന്നതാണ്, നിങ്ങൾ ഇവളെ ശ്രദ്ധിക്കണമെന്നും നമ്മുടെ ഹീറോയെ കാണിച്ച് പറയുന്നു. അത് കേട്ട തോഴി, അവൾക്ക് ഇനി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, ഞാൻ നോക്കിക്കൊള്ളാം, ഈ ബുദ്ധിമുട്ടുള്ള ജോലിയൊന്നും നീ ചെയ്യണ്ട എന്ന് പറയുന്നുണ്ട്. അത് കേട്ട നമ്മുടെ ഹീറോ, ഇവരെന്താ ഇങ്ങനെ സംസാരിക്കുന്നേ, ഞാൻ ജോലിക്ക് വന്നതല്ലേ, ഇവരെന്നെ വിരുന്നുകാരെ പോലെ എന്നോടെന്തിനാ പെരുമാറുന്നേന്ന് റയാനോട് ചോദിക്കുന്നുണ്ട്. അത് കേട്ട റയാൻ നമ്മുടെ ഹീറോയോട് രഹസ്യം പറയുന്നത് പോലെ നല്ല സ്വഭാവമാണെന്ന് തോന്നുന്നുണ്ടെന്ന് പറയുന്നു. അപ്പൊ തോഴി, എന്നാ വാ പോവാന്ന് നമ്മുടെ ഹീറോയെ നോക്കി പറയുന്നു. അപ്പോ നമ്മുടെ റയാനും ചെല്ലെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന നമ്മുടെ ഹീറോ അവരുടെ കൂടെ പോകുന്നു. അവര് പോകുമ്പോ തന്നെ നമ്മുടെ റയാനും സേവകനും അവിടെ നിന്ന് പോവാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് രാജകൊട്ടാരത്തിലെ ജോലി ചെയ്യുന്ന സ്ഥലമാണ്. നമ്മുടെ ഹീറോ അവിടെ എന്തോ കാര്യമായിട്ട് പണി ചെയ്യാണ്. അപ്പൊ അവിടുത്തെ കുറച്ച് വേലക്കാർ കുറച്ച് തുണിയുമായി വന്ന് അത് വേഗം വൃത്തിയാക്കുന്ന നമ്മുടെ ഹീറോയോട് പറയുന്നു. അത് കേട്ട നമ്മുടെ പാവം ഹീറോ നിഷ്കളങ്കമായി, ഞാൻ എന്തിനാ ഈ ജോലി ഒറ്റയ്ക്ക് ചെയ്യുന്നേ, നമ്മളെല്ലാം ഇവിടുത്തെ വേലക്കാരല്ലേ എന്ന് പറയുന്നു. അത് കേൾക്കുന്ന എലൈന എന്ന വേലക്കാരി, ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട, പറഞ്ഞത് ചെയ്താ മതി എന്ന് പറയുന്നുണ്ട്. അപ്പൊ എലൈനയ്ക്ക് സപ്പോർട്ട് പോലെ, നിന്നോട് പറഞ്ഞ പണി നിനക്ക് ചെയ്താ പോരെ, എന്താ നിനക്ക് ചെയ്യാൻ വല്ല ബുദ്ധിമുട്ടും ഉണ്ടോന്ന് എസബെല്ല എന്ന വേറൊരു വേലക്കാരി പറയുന്നുണ്ട്. അത് കേൾക്കുന്ന നമ്മുടെ ഹീറോ എന്തോ പോലെ അവരെ നോക്കാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ഹീറോ അവിടുന്ന് പോവാൻ നോക്കുമ്പോ അവരെല്ലാം നമ്മുടെ ഹീറോയെ തടയുന്നു. അവർ നമ്മുടെ ഹീറോയെ പുറകോട്ട് തള്ളുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഹീറോയുടെ കയ്യിൽ നിന്ന് റയാൻ കൊടുത്ത പെൻഡന്റ് താഴെ വീഴുന്നു. അപ്പൊ തന്നെ എലൈന അത് എടുക്കുന്നു. അപ്പൊ നമ്മുടെ ഹീറോ അത് എന്ന് പറഞ്ഞ് വാങ്ങാൻ നോക്കിയെങ്കിലും അവര് കൊടുക്കുന്നില്ല. എലൈന അത് നോക്കി, ഇത് രാജകുമാരന്റെ പെൻഡന്റ് അല്ലേ, ഇത് ഇവള് മോഷ്ടിച്ചതായിരിക്കും, വേഗം ചെന്ന് വിവരം അറിയിക്കെന്ന് കൂടിയുള്ളവരോട് ഒരു മുന്നറിയിപ്പ് എന്നോണം പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോ, മര്യാദയ്ക്ക് അത് അക്ക് തന്നൂടെ എന്ന് പറഞ്ഞ് വാങ്ങാൻ നോക്കുന്നു. അപ്പൊ എസബെല്ല നമ്മുടെ ഹീറോയുടെ ദേഹത്ത് വെള്ളമൊഴിക്കാനായി വെള്ളം കോരുന്നു. എന്നിട്ട് അത് ഒഴിച്ചപ്പോൾ ആ വെള്ളം നമ്മുടെ ഹീറോയുടെ ദേഹത്ത് വീഴേണ്ടതിന് പകരം എലൈനയുടെ ദേഹത്തേക്ക് മറിയുന്നു. അപ്പൊ എലൈന പെട്ടെന്ന് അവളെ പിടിക്കെന്ന് നമ്മുടെ ഹീറോയെ ചൂണ്ടിക്കൊണ്ട് പറയുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഹീറോയെ ശ്രദ്ധിക്കാമെന്നൊക്കെ പറഞ്ഞ മഹാറാണിയുടെ തോഴിയും വരുന്നത്. വന്നിട്ട് എല്ലാവരും നിർത്തുന്നു പറയുന്നു. തുടർന്ന്, നിങ്ങൾ എന്താ ഇവിടെ കാണിക്കുന്നേ, ഞാൻ കുറച്ചു സമയം മാറി നിൽക്കുമ്പോഴേക്കും എല്ലാവരും പ്രശ്നമുണ്ടാക്കാണോ എന്നൊക്കെ വേലക്കാരോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ എലൈന നമ്മുടെ ഹീറോയെ ചൂണ്ടിക്കൊണ്ട്, ഇവളാണ് രാജകുമാരന്റെ പെൻഡന്റ് മോഷ്ടിച്ചതെന്നും ഞാൻ ഇവളോട് ചോദിച്ചപ്പോ അവൾ എന്റെ ദേഹത്ത് വെള്ളം ഒഴിച്ചെന്നും നമ്മുടെ ഹീറോയെ കുറ്റപ്പെടുത്തി പറയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഹീറോ ചെറിയ പേടിയോടെയും ബഹുമാനത്തോടെയും, അതല്ല സത്യം, ഞാൻ പറയുന്നത് ദയവായി കേൾക്കണം എന്ന് പറഞ്ഞ് സത്യം പറയാൻ പോകുമ്പോഴത്തേക്കും മഹാറാണി, മതി, ആ പെൻഡന്റ് ഇങ്ങോട്ട് തരൂ എന്ന് പറയാണ് ചെയ്യുന്നത്. അത് കേട്ട ഹീറോ മടിയോടെ, ഈ പെൻഡന്റ് എന്റേതാണ്, എനിക്കിത് തരാനാവില്ല എന്ന് പറയുമ്പോൾ മഹാറാണി, അത് തരാനാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അത് കേട്ട നമ്മുടെ ഹീറോ വളരെ പേടിയോടെയും വിഷമത്തോടെയും ആ പെൻഡന്റ് മഹാറാണിക്ക് കൊടുക്കാണ് ചെയ്യുന്നത്. മഹാറാണിയുടെ കയ്യിലെ പെൻഡന്റ് കാണുന്ന മഹാറാണിയുടെ തോഴി, ഇത് രാജകുമാരന്റെ കയ്യിലുണ്ടാവേണ്ട പെൻഡന്റ് അല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ മഹാറാണി, ഇത്രയും പ്രധാനപ്പെട്ട ഈ പെൻഡന്റ് എന്തിനായിരിക്കും ഇവൾക്ക് കൊടുത്തത് എന്ന് ആലോചിക്കാണ് ചെയ്യുന്നത്. അപ്പൊ എസബെല്ല, ഇവൾ രാജകുമാരന്റെ കയ്യിൽ നിന്ന് വരെ മോഷ്ടിച്ചു, ഇനി എന്തൊക്കെ ചെയ്യുമെന്ന് ആർക്കറിയാന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയെ അവിടെ കളിയാക്കാണ് ചെയ്യുന്നത്. അത് കേട്ട ഹീറോ, ദയവ് ചെയ്ത് എന്നെ പറയാൻ അനുവദിക്കണം, എന്നെ സ്നേഹിക്കുന്ന ആൾ ഒരുപാട് ഇഷ്ടത്തോടെ എനിക്ക് തന്നതാണ്, ഇത് രാജാവിൻ്റെതാണെന്ന് എനിക്ക് സത്യമായിട്ട് അറിയില്ലായിരുന്നു എന്ന് താഴ്മയോടെ പറയുന്നുണ്ട്. ഇത് കേട്ട മഹാറാണി, ഇതെല്ലാം വെച്ചുകൊണ്ട് നീ ഇത് മോഷ്ടിച്ചെന്ന് പറയാൻ പറ്റില്ല, ഇതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട്, അതിനുശേഷം
തീരുമാനം എടുക്കാൻ കഴിയും. അതുവരെ നിനക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അത് കേട്ട ഹീറോ ശരി മഹാറാണി എന്ന് പറഞ്ഞ് വണങ്ങാണ് ചെയ്യുന്നത്. അപ്പം മഹാറാണിയുടെ തോഴി ഇനി ആരും പ്രശ്നമുണ്ടാക്കരുത്, എല്ലാവരും ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നു. അപ്പൊ എല്ലാരും മനസ്സിലായി എന്ന് പറഞ്ഞ് വണങ്ങുന്നു. അപ്പൊ മഹാറാണി നമ്മുടെ ഹീറോയോട് നിന്റെ കൂടെയുള്ളവരെ നീ ഇങ്ങനെ അപമാനിക്കാൻ പാടില്ല, അതിന്റെ ശിക്ഷയായി ഇവിടെയെല്ലാം വൃത്തിയാക്കിയതിനു ശേഷം നീ ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് പറയുന്നു. അത് കേട്ട പാവം നമ്മുടെ ഹീറോ ബഹുമാനത്തോടെയും താഴ്മയോടെയും ഞാൻ ഉറപ്പായും ചെയ്യാമെന്ന് പറയുന്നു. മഹാറാണിയെ വണങ്ങുന്നു. അപ്പൊ മഹാറാണിയും മഹാറാണിയുടെ തോഴിയും അവിടെ നിന്ന് പോവാണ് ചെയ്യുന്നത്. അപ്പൊ എപ്പിസോഡ് 6 ഇപ്പൊ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി എപ്പിസോഡുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക.